എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു. മലപ്പുറത്തിനു പിന്നാലെ മറ്റുള്ള ജില്ലകളിലും രോഗം അതിവേഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. വായുവിലൂടെ പകരുന്ന രോഗം ഉമിനീർ ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത്. രോഗം ബാധിച്ചവരിൽ അണുബാധ ഉണ്ടായ ശേഷം ഗ്രന്ഥികളിൽ വീക്കം കണ്ടു തുടങ്ങുന്നതിന് തൊട്ട് മുമ്പും വീക്കം കണ്ടു തുടങ്ങിയതിനു ശേഷവും 4 മുതൽ 6 ദിവസം വരെയുമാണ് സാധാരണയായി പകരുന്നത്. ചെറിയ പനിയും തലവേദനയുമാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. വായ് തുറക്കുന്നതിനും ചവക്കുന്നതിനും വെള്ളം ഇറക്കുന്നതിനും പ്രയാസം നേരിടും. 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് മുണ്ടുനീർ രോഗം കൂടുതലായി ബാധിക്കുന്നതെങ്കിലും മുതിർന്നവരിലും ഇത് കാണപ്പെടാറുണ്ട്. രോഗം കുട്ടികളിലേക്കാൾ കൂടുതൽ ഗുരുതരമാകുന്നത് മുതിർന്നവരിൽ ആണ് എന്നുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പുലർത്തുക. ചെവിയുടെ താഴെ കവിളിൻ്റെ വശങ്ങളിലാണ് പ്രധാനമായും വീക്കം ഉണ്ടാക്കുന്നത്. ഇത് മുഖത്തിൻ്റെ ഒരു വശത്തെയോ 2 വശങ്ങളെയോ ബാധിക്കും. വിശപ്പില്ലായ്മയും ക്ഷീണവും മറ്റു ലക്ഷണങ്ങളാണ്. പനി, വേദന തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് ചികിത്സിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും വിശ്രമിക്കുകയും വേണം. പകർച്ച വായുവിലൂടെ പകരുന്ന ഈ രോഗം സാധാരണയായി ചുമ, തുമ്മൽ, മൂക്കിൽ നിന്നുള്ള സ്രവങ്ങൾ, രോഗവുമായുള്ള സമ്പർക്കം എന്നിവയിലൂടെയാണ് പകരുന്നത്. പ്രത്യേക ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ തലച്ചോറ്, വൃഷണം, അണ്ഡാശയം, ആഗ്നേയഗ്രന്ഥി, പ്രോസ്റ്റേറ്റ് എന്നീ ശരീരഭാഗങ്ങളെ രോഗം ബാധിക്കും. രോഗലക്ഷണങ്ങൾ പ്രാരംഭത്തിലെ ചികിത്സിച്ചില്ല എങ്കിൽ ഭാവിയിൽ വന്ധ്യത ഉണ്ടാകാനും സാധ്യതയുണ്ട്. തലച്ചോറിനെ ബാധിച്ചാൽ എൻസെഫലൈറ്റിസ് എന്ന അവസ്ഥയുണ്ടാകാം. ഇത് മരണകാരണമായേക്കും. അസുഖബാധിതർ പൂർണ്ണമായും മാറുന്നതുവരെ വീട്ടിൽ വിശ്രമിക്കുക. രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. രോഗികളായ കുട്ടികളെ സ്കൂളിൽ വിടുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക.